നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം വി ആർ എന്ന് പറഞ്ഞ ഒരു വോൾട്ടേജും 8 റെസിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് കണക്ഷൻ എടുക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, നമ്മൾ ഓപ്പാമ്പിൻ്റെ അകത്തേക്കാണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ കമ്പറേറ്ററിൻ്റെ അകത്തേക്കാണ് ആ ഇൻപുട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പാമ്പിൻ്റെ ഇൻപുട്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇൻഫിനിറ്റ് ആണ് അതിൻ്റെ ഐഡിയൽ ഓപ്പാമ്പിൻ്റെ റെസിസ്റ്റൻസ്. RI ഓഫ് ദി ഓപ്പാമ്പ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈക്വലി ഡിവൈഡ് ചെയ്യും എല്ലാ റെസിസ്റ്റൻസിനകത്തും, 8 റെസിസ്റ്റൻസിനകത്തും. അപ്പം നമുക്ക് ഓരോ പോയിന്റിലെയും വോൾട്ടേജ് എന്ത് വരും ചോദിച്ചാൽ, ഈ പോയിന്റിലെ വോൾട്ടേജ് VR/8 ആയിരിക്കും. വളരെ സിമ്പിളാണ്, ഈ പോയിന്റാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും ചോദിച്ചാൽ 2VR/8 ആയിരിക്കും. ക്ലിയർ ആണ്? ഇതെന്തായിരിക്കും ചോദിച്ചാൽ 7VR/8 ആയിരിക്കും. ഇത് 6VR/8, ഇത് 5VR/8, ഇത് 4VR/8, ഇത് 3VR/8. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു, ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ എടുക്കുന്നത് VR എന്ന് പറഞ്ഞാൽ 8 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് പറയാം, ഇവിടുത്തെ വോൾട്ടേജ് 1 വോൾട്ട്, ഇവിടെ 2 വോൾട്ട്, ഇവിടെ 3 വോൾട്ട്, ഇവിടെ 4 വോൾട്ട്, ഇവിടെ 5 വോൾട്ട്, ഇവിടെ 6 വോൾട്ട്, 7 വോൾട്ട്, അതിന് മുണ്ടേക്കുള്ളത് 8 വോൾട്ട്. എല്ലാം ക്ലിയർ അല്ലേ? അപ്പോൾ 7 വോൾട്ട് വരെ നമുക്ക് കിട്ടി. എല്ലാം ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ ചോദിച്ചാൽ, നമ്മുടെ ഈ പറയുന്ന പ്രയോറിറ്റി എൻകോഡറിൽ എങ്ങനെയാണ് ഇനി വർക്ക് ചെയ്യുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ പ്രയോറിറ്റി എൻകോഡറിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രയോറിറ്റി എൻകോഡർ എന്ന് പറഞ്ഞാൽ D0, D1, D2, D3 വരെ ഇപ്പം 1 ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ D3യുടെ പ്രയർ ആയിട്ടുള്ള ഹൈ പ്രയോറിറ്റി വരുന്ന വാല്യൂ ഏതാണോ അത് D3 ആണ്. D0, D1, D2, D3യിൽ ഏറ്റവും ഹൈ പ്രയോറിറ്റി വരുന്ന D3ക്കാണ്. അതുകൊണ്ട് D3യുടെ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഇത് M3 ആണ്, ഇത് M2 ആണ്, ഇത് M1 ആണ്, ഇത് M0 ആണ്, ഇത് M4 ആണ്, ഇത് M5 ആണ്, M6 ആണ്, M7 ആണ്. ഞാനിപ്പോൾ പറഞ്ഞ ടേം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മിൻ ടേം ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ശരിക്കും എൻകോഡർ ചെയ്യുന്നത് എന്താ ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു ബിറ്റ്, ഇപ്പൊ M3യിലാണ് വാല്യൂ, ഒറ്റ ബിറ്റിലെ ഒറ്റ ലെഗിലെ വാല്യൂ കാണുള്ളൂ. നമ്മൾ ആ M3 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും ഇവിടെ കിട്ടാൻ പോകുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതാണ് എൻകോഡർ. പക്ഷെ പ്രയോറിറ്റി എൻകോഡർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലെങ്തിലുള്ള ഒരു D3 D4 വരെയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ D3 അല്ല, D3 വരെ വാല്യൂ എല്ലാം വണ്ണായിരിക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് D3യുടെ മാത്രം M3 നമ്മൾ, അല്ലെങ്കിൽ മിൻ ടൈം മാത്രം പുറത്തു, അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി ഉള്ളവന്റെ മാത്രം, അല്ലെങ്കിൽ ഏറ്റവും ഹൈ വോൾട്ടേജ് കിട്ടുന്ന ആ ലെഗിന്റെ മാത്രം മിൻ ടൈം നമ്മൾ പുറത്തേക്ക് വിടും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു, സംശയമില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് വാല്യൂ എന്ത് കിട്ടും? M3 എന്ന് പറഞ്ഞ വാല്യൂ ഔട്ട്പുട്ട് കിട്ടും. ഇനി ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ M5 വരെ, D5 വരെ എല്ലാം വണ്ണായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് ഔട്ട്പുട്ട് കിട്ടും? M5 എന്ന് പറഞ്ഞ വാല്യൂ പുറത്ത് കിട്ടും. അപ് ടു D7 വരെയുള്ള വാല്യൂ 1 ആണ്. നമുക്ക് D7 എന്ന് പറഞ്ഞ വാല്യൂ ഔട്ട്പുട്ട് കിട്ടും. എല്ലാം ക്ലിയർ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നമ്മുടെ എൻകോഡർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലെഗിൽ ഒരു വാല്യൂ ഉണ്ടാവും, അതിന്റെ മിൻ ടൈമിനെ പുറത്തേക്ക് കൊണ്ടിരുന്ന ആളാണ് ആര്, അല്ലെങ്കിൽ അതിന്റെ കോഡ് നമ്മൾക്ക് എൻകോഡ് ചെയ്ത് കിട്ടും എൻകോഡറിന്റെ. പ്രയോറിറ്റി എൻകോഡർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളവന്റെ മിൻ ടൈം നമുക്ക് പുറത്തേക്ക് കിട്ടും. ബാക്കിയുള്ളവരുടെയും വാല്യൂ 1 ആണ്. പക്ഷെ നമുക്ക് D7, D6, D5, D4, D3, D2, D1, D0. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചറിയാം, D0ക്ക് എപ്പോഴും 1 ആണ് വാല്യൂ. അപ്പൊ അത് 1 കൂട്ടും. നമ്മൾ V9 ഇനി പറയാമോ? നമ്മൾ പറയുന്ന വാല്യൂ 4.3. എവിടെ കൊടുത്തു? ഇവിടെ കൊടുത്തു. 4.3 വോൾട്ട് കൊടുത്തു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, D0 ഓൾറെഡി 1 ആണ്, അത് പിന്നെ മാറുകയില്ല. D1 1 ആവും ആ സമയത്ത്. ശരിയാണെന്ന് പറ. ഇവിടെ നോക്ക്, D1 എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ഇവിടെ പോസിറ്റീവ് കൊടുത്തിരിക്കുന്ന 4.3 ആണ്, മറ്റേത് 1 വോൾട്ട് ആണ്. എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ 1 വോൾട്ടും ഇവിടെ 4.3. ഒന്നും നോക്കണ്ട, ഇത് 1 ആയി. D1 1 ആയി,
D2 1 ആയി, കാരണം അവിടെ 2 വോൾട്ട് എത്തിയിട്ടുള്ളൂ. D3 1 ആയി, അവിടെ 3 വോൾട്ട് എത്തിയിട്ടുള്ളൂ. D4 1 ആയി, ശരിയല്ലേ? അപ്പൊ D4 വരെ 1 ആയെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്ന വാല്യൂ എന്തായിരിക്കും? പറയൂ പറയൂ പറയൂ, ആരും മിണ്ടുന്നില്ലല്ലോ. എന്തായിരിക്കും ഔട്ട്പുട്ട്? ബാക്കിയെല്ലാം 0 ആണ്. എല്ലാവർക്കും ക്ലിയർ അല്ലേ? 4.3 എന്ന് പറഞ്ഞൊരു വാല്യൂ വന്നാൽ D4 വരെ 1 ആണ്. കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? എൻകോഡ് ചെയ്യാന്നില്ലേ അർത്ഥം. ഡീകോഡർ എൻകോഡർ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡീകോഡർ ആയിരിക്കുമ്പോൾ നമുക്ക് ഒരു ലെഗിൽ ഔട്ട്പുട്ട് കിട്ടി. എൻകോഡർ ആകുമ്പോൾ ആ ലെഗിന്റെ കോഡാണ് തിരിച്ചു കിട്ടുന്നത്. അതുകൊണ്ടാണല്ലോ എൻകോഡർ എന്ന് വിളിച്ചത്. ആ കോഡ് കിട്ടുക, ആ ലെഗിന്റെ കോഡ് കിട്ടുക. അപ്പൊ ഇവിടെ നോക്ക്, D4ന്റെ കോഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ 4ന്റെ വാല്യൂ കോഡാക്കി കിട്ടി, 40100. ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും ഓക്കെയാണ്? M4ന്റെ, അതെ അതെ, M4 എന്ന് പറഞ്ഞാൽ 100 ആണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ പറയുന്നു ഒരു വാല്യൂ പറയാനാണെങ്കിൽ എന്താ പറയുന്നത്, ഒരു 2.1 ബിന്റെ ഇപ്പൊ നമ്മൾ എന്ത് കൊടുത്തു? 2.1. ഔട്ട്പുട്ട് എന്തായിരിക്കും? പറഞ്ഞേ. ഏതൊക്കെ വാല്യൂസ് 1 ആവും എന്ന് പറഞ്ഞു? D0, D1, D2 1 ആവും. റൈറ്റ് ആണ്. നമ്മൾ പറയുന്ന എല്ലാവർക്കും ക്ലിയർ ആണ്. ഈ പറയുന്ന ഈ 2.1 ഇവിടെ കൊണ്ട് കൊടുത്തു. $2.1 വോൾട്ട് കൊടുത്താൽ നമുക്ക് ഈ പറയുന്ന 1 വോൾട്ടിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ഇത് 1 ആയി, ഇതും 1 ആയി. 3 വോൾട്ട് 1 ആവുമോ? ഒരിക്കലും ആവില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ D2 എന്ന് പറഞ്ഞ വാല്യൂ വരെ എത്തി, അല്ലെങ്കിൽ M2 ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഹൈ പ്രയോറിറ്റി M2നാണ്. അതുകൊണ്ട് 000001111 പ്രയോറിറ്റി കൂടുതൽ D2നാണ്. അപ്പൊ D2ന്റെ വരുമ്പോൾ M2 ആണ്. M2 എന്ന് പറഞ്ഞാൽ 010. D0, D1, D2 ഓൺ ആയിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇത് ഇനിയും പറഞ്ഞ ഇതിന് എത്ര ടൈം വേണ്ടി വരും? ഇവിടെ ക്ലോക്കും ഇല്ല, ഒന്നുമില്ല. ആ എൻകോഡർ വർക്ക് ചെയ്യുന്ന ഒരു ഫ്ലാഷ് ഓഫ് ടൈം. അതുകൊണ്ടാണ് ഇതിനെ ഫ്ലാഷ് ADC എന്ന് വിളിച്ചത്. പാർൽ ADC എന്ന് വിളിച്ചതും സൈമൾട്ടേനിയസ് ADC എന്നൊക്കെ വിളിച്ചത് ടക്ക് എന്ന് പറഞ്ഞ ആൻസറാണ്. അതിന് വേറെ സമയമൊന്നുമില്ല. അതുകൊണ്ട് ആ പാർൽ ADC എന്ന് വിളിച്ചത്. എല്ലാം അപ്പം തന്നെ കമ്പയർ ചെയ്ത് ആൻസർ കൈ കിട്ടും. 0 സെക്കൻഡ് ക്ലോക്ക് വേണ്ട. ഇവിടെ നമ്മൾ കൊടുക്കുന്ന അതേ നിമിഷം തന്നെ ഔട്ട്പുട്ട് നമുക്ക് സാധനം കിട്ടും. ആ പ്രയോറിറ്റി എൻകോഡറിന്റെ ഔട്ട്പുട്ട് വരുന്ന ഒരു നാനോ സെക്കൻഡ്സ്. എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ പേര് ഫ്ലാഷ് ADC. ഫ്ലാഷ് ADC എന്ന് വിളിച്ചാൽ ഏറ്റവും സ്പീഡുള്ള ADC ആണ് പാർൽ ADC, അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് എന്നൊക്കെ ഉള്ള വീട് വരാൻ തന്നെ കാരണം അതെല്ലാം കൂടെ കമ്പയർ ചെയ്ത് അപ്പം തന്നെ ആൻസർ ആണ്. അപ്പൊ ഒറ്റയടിക്ക് ആൻസർ കിട്ടും. അതിന് പ്രത്യേക ടൈമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഡിജിറ്റലിന്റെ ഏകദേശം തീരുമാനമായി. നിങ്ങൾക്കൊരു പരീക്ഷ നടത്തിയാൽ കൊള്ളാവുന്നുണ്ട് കാര്യമായിട്ട്. ഞാൻ അതിന്റെ തീരുമാനം നാളെ നമുക്ക് ഗ്രൂപ്പിലിടാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. തിങ്കളാഴ്ച ഒന്ന് പരീക്ഷ നടത്തി നമ്മൾ അതെല്ലാവരോടൊന്ന് കോർത്തിണക്കിയാൽ കൊള്ളാവുന്നുണ്ട്. എങ്ങനെ പോകുന്നത്, എങ്ങനെ പോകുന്നു എന്നൊക്കെ ഒന്ന് അറിയണ്ടേ. അപ്പം മൺഡേ ഞാനൊരു എക്സാം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ അതേതായാലും നാളെ പറയാം നിങ്ങളുടെ അടുത്ത് കൃത്യമായിട്ട്. ഈവനിങ്ങിൽ ഞാൻ അറിയിച്ചോളാം വാട്സപ്പിലൂടെ കേട്ടോ. അപ്പം ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, സ്വീറ്റ് ഡ്രീംസ്.